ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനു ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 5 ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കിത് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കൈക്കെടുത്ത് ഒരു ബോൾ പോലെ ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ബോളുകളെടുത്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കും. നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഇത് വീണ്ടും ബോളുകളാക്കി എടുക്കാം. അതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കുക. നമുക്കിത് കോട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രെഡ് ക്രംസും 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പൊട്ടാറ്റോ ബോള് മുട്ടയുടെ വെള്ളയിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയിലിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പൊട്ടാറ്റോ റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.